വടശ്ശേരി ദാമോദരൻ സതീശൻ VD സതീശൻ എന്ന VD എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ എത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന മെയ് 4-ന് ശേഷമുള്ള 10 ദിവസത്തെ ഇടവേളയിലാണ് ശരിക്കും ജനങ്ങളുടെ ഹൃദയത്തിലുള്ള സ്ഥാനം, ജനങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇത്രത്തോളം അദ്ദേഹത്തെ മനസ്സിൽ ഹൃദയത്തിൽ ഏറ്റിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു 10 ദിവസത്തെ ഇടവേളയിലാണ് ശരിക്കും. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം മുഖ്യമന്ത്രി പദമലങ്കരിക്കുന്ന VD സതീശൻ സാറിന് ഒരു ബിഗ് സല്യൂട്ട്, ഒപ്പം അഭിനന്ദനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ 3ാമത്തെ വീഡിയോ ആണ് VD സതീശൻ സാറിന് വേണ്ടി ചെയ്യുന്നത്. ആദ്യത്തെ 2 വീഡിയോ കോൺഗ്രസ് UDFകാരോടുള്ളൊരു അപേക്ഷയായിരുന്നു. ശരിക്കും ആ സ്ഥാനത്തേക്ക് 2-3 പേര് ഒരു നിർദ്ദേശങ്ങൾ വന്നപ്പോൾ ഹൃദയത്തിൽ നമ്മുടെ 5 വർഷം പ്രതിപക്ഷ സ്ഥാനത്തിരുന്നൊരു ആളാണ് VD സതീശൻ സാർ. അന്നൊന്നും നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളാണെന്ന് അറിയില്ലായിരുന്നു. ഈ ഒരു 10 ദിവസത്തിലാണ് ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഈ ഒരു കാലയളവിൽ 3 പേരുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഈ 5 വർഷം ഇദ്ദേഹം അല്ലായിരുന്നോ ഇതിനു വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ അറിയാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിച്ചു പോയതാണ്. ന്യായത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു 2 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആദ്യം ഒരു അപേക്ഷ പോലെ, പിന്നെ രണ്ടാമത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യമൊക്കെ വന്നു. ഇനി വോട്ട് ചെയ്യില്ല, ഇനി UDF ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് 2ാമത്തെ വീഡിയോ ചെയ്തത്, സതീശൻ സാർ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ. ഇപ്പോൾ ഈ 3ാമത്തെ വീഡിയോ ചെയ്യുന്നത് എന്തായാലും സന്തോഷം, വളരെ നന്ദി. കോൺഗ്രസ് UDF ഹൈക്കമ്മീഷൻ രാഹുൽ ഗാന്ധി ഇവിടൊക്കെ വളരെ സന്തോഷം. കാരണം VD സതീശൻ സാർ ജനങ്ങൾ ആഗ്രഹിച്ച ജനഹിതം മനസ്സിലാക്കി ജനാധിപത്യം നിലനിർത്തി VD സതീശൻ സാറിനെ മുഖ്യമന്ത്രിയായി സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. എന്തായാലും VD സതീശൻ സാറ് ഈ നമ്മുടെ പതാകയിൽ, ഇന്ത്യൻ പതാകയിൽ കുങ്കുമം എന്ന് പറയുന്ന ത്യാഗം, ധീരത എന്നിവയെ സൂചിപ്പിക്കുന്നു. വെള്ള സമാധാനം, പരിശുദ്ധി, സത്യം എന്നിവയെ സൂചിപ്പിക്കുന്നു. പിന്നെ പച്ച എന്ന് പറയുമ്പോൾ സമൃദ്ധി, മണ്ണിൻ്റെ ഫലഭൂഷ്ഠത, പിന്നെ യുവത്വം, അങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. പിന്നെ അതിന് നടുവിലുള്ള അശോകചക്രം, 24 അരക്കാലുകൾ ധർമ്മത്തെയും ചലനാത്മകതയൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ നാട്, കേരളം എന്ന ഈ നാട് വളരെ നല്ല രീതിയിൽ സുതാര്യമായ, അഴിമതിയില്ലാത്ത, സമാധാനവും ശാന്തതയുമുള്ള, അക്രമരഹിതമായ, പിൻവാതിൽ നിയമനങ്ങളില്ലാത്ത, പിന്നെ സമാധാനപരമായ, മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുള്ള ഒരു നാടാക്കി മാറ്റട്ടെ. അതിനൊപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ വിലക്കയറ്റമൊക്കെ കുറച്ച് സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു നാടാക്കി മാറ്റാൻ കഴിയട്ടെ VD സതീശൻ സാറിലൂടെ. ഞങ്ങളത് ആഗ്രഹിക്കുന്നു. അങ്ങനെ നടപ്പിലാകട്ടെ. പിന്നെ VD സതീശൻ സാറ് UDFകാർ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ, സാമൂഹിക പെൻഷൻ 3000 രൂപയും, സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്രയാണ്. അപ്പോൾ അതുമൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞതെല്ലാം മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഈ 2 കാര്യങ്ങളാണ്. അതെല്ലാം അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയട്ടെ. മാത്രമല്ല ഉപരി ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. ഈ നാട് നല്ല പുരോഗതിയിൽ, നല്ല രീതിയിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ. ജനങ്ങൾക്ക് നല്ല രീതിയിൽ സമാധാനമായി ജീവിച്ചു പോകാൻ കഴിയുന്ന അന്തരീക്ഷമാകട്ടെ. പ്രകൃതിയും മനുഷ്യനും ഒക്കെ ഇടപഴകി ഈ നാടിനോടൊത്ത് ജീവിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷമാകട്ടെ മുന്നോട്ട് എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി VD സതീശൻ സാറിന്, മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന VD സതീശൻ സാറിന് ബിഗ് സല്യൂട്ട്, അഭിനന്ദനങ്ങൾ. വളരെ സന്തോഷം. എന്തായാലും ശരി.